ഏറ്റവും പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, അറക്കലാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ് അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ ഇത് ഞങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് കിഡ്നിയിൽ അല്ലേ? അല്ല, ഇതെവിടെയാണ്? കണ്ണിലുള്ള രണ്ട് ഫ്ലൂയിഡ് ആണ് ആര്? അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രിയസ് ഹ്യൂമർ. മലയാളത്തിൽ അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം. ഇതിൽ അക്വസ് ഹ്യൂമർ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. അക്വസ് അറയിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ അക്വസ് ചേംബറിൽ കാണപ്പെടുന്നു. വിട്രിയസ് ഹ്യൂമർ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വിട്രിയസ് അറയിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ വിട്രിയസ് ചേംബറിൽ കാണപ്പെടുന്നു. വളരെ സിമ്പിൾ. അക്വസ് ഹ്യൂമർ അക്വസ് ചേംബറിൽ കാണപ്പെടുന്നു, വിട്രിയസ് ഹ്യൂമർ വിട്രിയസ് ചേംബറിൽ കാണപ്പെടുന്നു. സിമ്പിൾ ആണ്. ഇനി ഇതിൽ വിട്രിയസ് അറിയാണോ അക്വസ് അറിയാണോ വലുത്? ഏതാ വലുത്? അക്വസ് അല്ലെ? അല്ല, വിട്രിയസ്. മാറരുത്. ഏറ്റവും വലുതാരാന്ന് ചോദിച്ചാൽ വിട്രിയസ് ചേംബർ ആണ്, വിട്രിയസ് അറയാണ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. വലുതിന് വായല്ലേ, വിട്രിയസിനും വായല്ലേ, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ വലുത് ഏതാണ്? വിട്രിയസ് അറ. അപ്പൊ പിന്നെ ചെറുത് ഏതായിരിക്കും? അക്വസ് അറ. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓരോ പോയിന്റുകളും പഠിക്കട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് ചേംബേഴ്സ് ആണുള്ളത്. ഒന്ന് അക്വസ് ചേംബറും രണ്ട് വിട്രിയസ് ചേംബറും. ഇതിൽ അക്വസ് ചേംബറിന്റെ പൊസിഷൻ കിടക്കുന്നത് സീൻ ബിറ്റ്വീൻ ദ കോർണിയ ആൻഡ് ലെൻസ്. കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലാണ് ആരുള്ളത്? അക്വസ് ചേംബർ ഉള്ളത്. കോർണിയയുടെ ഏറ്റവും മുന്നിലുള്ള ആള്, അത് കഴിഞ്ഞിട്ട് ലെൻസ്, തൊട്ടു പിന്നിൽ ലെൻസ്. ഈ കോർണിയയുടെയും ലെൻസിന്റെയും ചെറിയൊരു ഗ്യാപ്പിലാണ് ഇത് കോർണിയ, ഇവിടെ ലെൻസ് ആണെങ്കിൽ ഈ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ആര് കാണപ്പെടുന്നത്? അക്വസ് ചേംബർ കാണപ്പെടുന്നത്. അതിലാണ് ആരുള്ളത്? അക്വസ് ഹ്യൂമർ ഉള്ളത്. അക്വസ് പേരിൽ തന്നെ ഒരു അക്വ എന്നൊക്കെ പറഞ്ഞ എന്താ? വാട്ടർ. പേരിൽ തന്നെ ഉണ്ട്. അതൊരു വാട്ടറി ഒരു സാധനമാണ്. ഒരു വെള്ളം പോലെയുള്ള, ജലസദൃശ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ വെള്ളം പോലെയുള്ള, ജസ്റ്റ് ഒന്ന് ഭയങ്കര സംഭവമായി പറഞ്ഞെന്നുള്ളൂ. ജലസദൃശ്യമായ എന്നൊക്കെ പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. വെള്ളം പോലെയുള്ള ഒരു ദ്രവമാണ് ഇത് അക്വസ് ദ്രവം. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇറ്റ് ഊസസ് ഔട്ട് ഫ്രം ദ ബ്ലഡ് ലൈക്ക് ടിഷ്യൂ ഫ്ലൂയിഡ് പോലെ ബ്ലഡിൽ നിന്ന് ഇങ്ങനെ ഊസസ് ചെയ്യുക, ഊർന്നിറങ്ങുന്ന ഒരാളാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അപ്പോൾ അത് ഇവിടുന്ന് വരുന്നത് ബ്ലഡിൽ നിന്ന് ഊസ് ചെയ്യാന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് എങ്ങോട്ട് തന്നെ പോകും? റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോകും. അതായത് ടിഷ്യൂ ദ്രവം പോലെ രക്തത്തിൽ നിന്ന് ഊറിയിറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. ആര്? അക്വസ് ഹ്യൂമർ. അപ്പൊ അക്വസ് ഹ്യൂമർ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് ഫോം ചെയ്തിട്ട് തിരിച്ച് എങ്ങോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യും? ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് വരുന്നു. എവിടുന്നാണ് വരുന്നത്? വീട്ടിൽ നിന്നാണ് വരുന്നത്. തിരിച്ച് എങ്ങോട്ട് തന്നെ പോകും? വീട്ടിൽ തന്നെ പോകും. അതേപോലെ തന്നെ അക്വസ് ഹ്യൂമർ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നു, തിരിച്ച് എങ്ങോട്ട് തന്നെ പോകുന്നു? ബ്ലഡിലേക്ക് തന്നെ പോകുന്നു. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കുന്നു. ഓക്കെ, ദിസ് ഹൗ ദ പ്രഷർ ഇൻ അക്വസ് ചേംബർ ഈസ് റെഗുലേറ്റഡ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് ഫോം ചെയ്തിട്ട് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അക്വസ് ഹ്യൂമറിന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രഷർ കൃത്യമായിട്ട് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നു? അക്വസ് ചേംബറിന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രഷർ ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നു? നമ്മുടെ അക്വസ് ഹ്യൂമർ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ലെൻസ് ഇവിടെ ഈ അക്വസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഈ അക്വസ് ഹ്യൂമർ എവിടെയാണ് കാണപ്പെടുന്നത്? ബിറ്റ്വീൻ ലെൻസ് ആൻഡ് കോർണിയ. ലെൻസിന്റെയും കോർണിയന്റെ ഇടയിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇത് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്തിട്ട് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. അവിടെയുള്ള പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? എന്തിനാണ് ഇങ്ങനെ ഒരു അക്വസ് ഹ്യൂമർ? വെറുതെ ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കിയതാണോ? അല്ല. അക്വസ് ഹ്യൂമറിന്റെ, അക്വസ് ദ്രവത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കേട്ടോളൂ സുഹൃത്തുക്കളെ. ലെൻസിനും കോർണിയക്കും എന്ത് കൊടുക്കും? ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കും. ലെൻസിനും കോർണിയക്കും ഒക്കെ കറക്റ്റ് തിന്നാൻ കൊടുക്കുന്നത്, കറക്റ്റ് ഭക്ഷണം കൊടുക്കുന്നത്, കറക്റ്റ് ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ആരാ? ബഹുമാനപ്പെട്ട അക്വസ് ഹ്യൂമർ. അപ്പോൾ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ എന്ന് ചോദിച്ചാൽ ലെൻസിനും കോർണിയക്കും ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുന്നു. അതാണ് അതിന്റെ ഫംഗ്ഷൻ. ഇനി അതേസമയം വിട്രിയസ് ഹ്യൂമർ എവിടെ കാണപ്പെടുന്നു? വിട്രിയസ് ചേംബറിൽ കാണപ്പെടുന്നു. അപ്പോൾ വിട്രിയസ് ചേംബറിന്റെ പൊസിഷനാണ് ആദ്യം പഠിക്കേണ്ടത്. ബിറ്റ്വീൻ ലെൻസ് ആൻഡ് റെറ്റിന. ലെൻസിന്റെയും റെറ്റിനിന്റെയും ഇടയിലാണ് ആരുള്ളത്? വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ ഉള്ളത്. ഏറ്റവും മുന്നിൽ കോർണിയ ഉണ്ടാവും, അതിന്റെ പിന്നിൽ ലെൻസ് ഉണ്ടാവും, ഏറ്റവും ഉള്ളിൽ റെറ്റിന ഉണ്ടാവും. ഈ ലെൻസിന്റെയും കോർണിയന്റെയും ഇടയിലാണ് ആരുള്ളത്? അക്വസ് ചേംബർ ഉള്ളത്. എന്നാൽ ഈ ലെൻസിന്റെയും റെറ്റിനിന്റെയും ഇടയിലാണ് ആരുള്ളത്? വിട്രിയസ് ചേംബർ ഉള്ളത്. ആ വിട്രിയസ് ചേംബറിലാണ് ആരുള്ളത്? വിട്രിയസ് ഹ്യൂമർ ഉള്ളത്. അക്വസ് ചേംബർ അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ എന്താണ്? വാട്ടർ ലേക്ക് ആണ്, വെള്ളം പോലെയാണ്. അതേസമയം വിട്രിയസ് എന്താണെന്ന് അറിയോ? ജെല്ല് പോലെയാണ്. ജെല്ല് ഇവിടെ പോയി ദ ട്രാൻസ്പെറന്റ് ജെല്ലി ലേക്ക് ആണ് ആര്? വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, സ്വാഭാവികമായിട്ടും ജെല്ല് പോലെ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ഓഫ് ദ ഐബോളിന്റെ നേത്രഗോളത്തിന്റെ ആകൃതി, ഷേപ്പ് നിലനിർത്തുന്ന, അല്ലെങ്കിൽ കണ്ണിന്റെ ആകൃതി നിലനിർത്തുന്ന ആളാണ് ആര്? വിട്രിയസ് ദ്രവം. ഓക്കെ, അതെന്ത് പോലെയാണ്? ജെല്ല് പോലെയാണ്. ലെൻസിനും റെറ്റിനക്കും ഇടയിൽ കാണപ്പെടുന്നു. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു കാര്യം കണക്ട് ചെയ്യാൻ പറ്റും. അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. അക്വ എന്നൊക്കെ പറഞ്ഞാൽ വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിലേക്കാണ്. പിന്നെ ജെല്ലാണെങ്കിൽ, വിട്രിയസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ജെല്ലിയിലേക്കായിരിക്കും. ജെല്ലിയിലേക്ക് ആയതുകൊണ്ട് തന്നെ അതെന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു? ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ
സാധിക്കുന്നു. കണ്ണിന്റെ അല്ലെങ്കിൽ നേത്രഗോളത്തിന്റെ ഐബോളിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ആളാണ് വിട്രിയസ് ഹ്യൂമർ. അതേസമയം മറ്റവൻ ഫുഡും ന്യൂട്രിയൻസും കൃത്യമായിട്ട് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഓക്സിജനും ന്യൂട്രിയൻസും കൃത്യമായിട്ട് കൊടുക്കുന്നു. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് പിന്നെയും ഒരു ഡൗട്ട് ഉണ്ടാവുക, ഈ അക്വസ് ഹ്യൂമർ ആണോ അതോ വിട്രിയസ് ഹ്യൂമർ ആണോ ലെൻസിന്റെയും കോർണിയന്റെയും ഇടയിൽ, അതോ ഇനി അക്വസ് ഹ്യൂമർ ആണോ അതോ വിട്രിയസ് ഹ്യൂമർ ആണോ ലെൻസിന്റെയും റെറ്റിനിന്റെയും ഇടയിൽ? അതെല്ലാവർക്കും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെക്കുക. അലേക്കോ, അളിയാക്കല്ല, അലേക്കോ. ആരാണ് അലേക്കോ? അളിയനല്ല, അലേക്കോ എന്ന് അലേക്കോ. അതെന്താ സാധനം എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ ഒരു പേര് ഞാൻ ഇട്ടു നോക്കുള്ളൂ. ഓക്കെ, അലേക്കോ എന്താ സാർ അലേക്കോ? ആ മീൻസ് അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ. ലേ മീൻസ് ലെൻസ്. കോ മീൻസ് കോർണിയ. അപ്പൊ അലേക്കോ എന്ന് പറഞ്ഞാൽ അലേക്കോയിലെ ലേ ലെൻസ്, കോ കോർണിയ. അപ്പൊ ലെൻസിന്റെയും കോർണിയന്റെയും ഇടയിലുള്ള ആളാണ് ആര്? അഥവാ അക്വസ് ദ്രവം. അങ്ങനെയെങ്കിൽ ബുദ്ധി വെച്ച് പറയും, ലെൻസിന്റെയും കോർണിയന്റെയും ഇടയിലുള്ള ആളാണ് ആര്? അക്വസ് ദ്രവം. അപ്പൊ സ്വാഭാവികമായിട്ടും ലെൻസിന്റെയും റെറ്റിനിന്റെയും ഇടയിലുള്ള ആളായിരിക്കും ആര്? കമന്റ്. ഓക്കെ, അപ്പൊ എന്റെ മുത്തുക്കളെ കമന്റ് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.